ക്രിക്കറ്റ് വിത്ത് എല്ലാവർക്കും സ്വാഗതം. അപ്പോ ചെന്നൈ സൂപ്പർ കിങ്സ് പരാജയപ്പെട്ടു. ചെപ്പോക്കിലിട്ടിച്ച് ചെന്നൈയിലെ ഗുജറാത്ത് ടൈറ്റൻസ് ആണ് തീർത്ത് കളഞ്ഞത്. ചെപ്പോക്ക് കഴിഞ്ഞ കളി മുംബൈ ഇന്ത്യൻസിനെ 103 എന്ന വലിയ മാർജിൻ ജയിച്ച ആത്മവിശ്വാസത്തിലാണ് എന്നിറങ്ങിയത്. പക്ഷേ ജിടിക്ക് മുന്നിൽ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി പോയി. ടോസ് കിട്ടിയിട്ട് നമ്മുടെ ജിടി നായകൻ ശുഭ്മൻ ഗില്ല് ബൗളിംഗ് തിരഞ്ഞെടുത്തു. അപ്പോ തുടക്കത്തിലെ സിഎസ്കെക്ക് തിരിച്ചടിയൊക്കെ കിട്ടുന്ന കാഴ്ച കണ്ടില്ലേ നിങ്ങള്? എന്താണ് സംഭവിച്ചത്? കൃത്യമായിട്ട് പറഞ്ഞാൽ സഞ്ജുവും ഗെയ്ക്വാദും കൂടി ചേർന്ന് ഓപ്പൺ ചെയ്യുന്നു. സഞ്ജുവിനെ കഗീസോ റബാഡ ഔട്ടാക്കുന്നു. ബട്ട്ലറെ പിടിച്ചിട്ട് റബാഡ പോകുന്നു. അപ്പൊ ടീമിന്റെ സ്കോർ എത്രയാണെന്നറിയോ? 21. 3 ഓവറിൽ 21 ഒരു വിക്കറ്റ്. പിന്നീട് എന്താണ് സംഭവിച്ചത്? ഉർവിൽ പട്ടേലിനെയും ആ ഓവറിൽ പറഞ്ഞു വിടുന്നു. ഉർവിൽ പട്ടേലിന് സിഎസ്കെ വേണ്ടി സീസൺ ആദ്യ മത്സരമാണ് കളിക്കുന്നത്. പക്ഷേ ഉർവിൽ പട്ടേലിനെയും റബാഡ തന്നെ പറഞ്ഞു വിടുന്നു. ജേസൺ ഹോൾഡറാണ് പട്ടേലിനെ പിടിക്കുന്നത്. കഴിഞ്ഞിട്ടില്ല. പട്ടേലിന് പകരം ഇമ്പാക്ട് ആയിട്ട് പട്ടേൽ ഔട്ട് ആവുന്നു. തൊട്ട് പുറകെ ഇമ്പാക്ട് ആയിട്ട് സർഫ്രാസ് ഖാൻ ഇറക്കുന്നു. ഈ സീസൺ എല്ലാ കളിയും മികച്ച പ്രകടനമാണ് സർഫ്രാസ് പുറത്തെടുത്തത്. പക്ഷേ സർഫ്രാസിന് ഇന്നൊന്നും സാധിക്കുന്നില്ല. ഗോൾഡൻ ഡക്കായിട്ട് സർഫ്രാസ് മടങ്ങുന്നു. അദ്ദേഹത്തിന്റെ വിക്കറ്റ് എടുക്കുന്നത് മുഹമ്മദ് സിറാജ് ആണ്. അങ്ങനെ തുടക്കത്തിൽ തന്നെ ജിടി സിഎസ്കെക്ക് പണി കൊടുക്കുന്നു. അപ്പോഴും ഒരു ഭാഗത്ത് നായകനായിട്ട് ഋതുരാജ് ഗെയ്ക്വാദ് അതിന്റെ നായകൻ ഗെയ്ക്വാഡ് മികച്ച രീതിയിൽ തന്നെ കളിക്കുന്നു. മികച്ച രീതിയിൽ എന്ന് പറയാനില്ല, അദ്ദേഹത്തിന് വളരെയധികം സ്ട്രൈക്ക് റേറ്റ് ഒക്കെ സ്ലോ ആയിട്ട് കളി വിക്കറ്റ് പണത് ക്രീസിൽ തിരിച്ചു എന്ന കാര്യം എടുത്ത് പറയണം. പിന്നെ ഡെവാൾഡ് ബ്രവിസ് 9 പന്തിൽ 2 റൺസ്. അങ്ങനെ സിഎസ്കെയുടെ ബാറ്റേഴ്സ് ഒക്കെ ഒന്നിനെ പുറകെ ഒന്നായിട്ട് ചീറ്റ് കൊട്ടാരം പോലെ തകർന്നടിയുന്നു. ശിവൻ ദുബെയും പറഞ്ഞു വിടുന്നു. ശിവൻ ദുബെയുടെ അശോക് ശർമ്മയാണ്, അർഷാദ് ഖാനാണ് അദ്ദേഹത്തിനെ ക്ലീൻ ബൗൾഡ് ആക്കുന്നത്. ശിവൻ ദുബെ ശരിയാണ്, അദ്ദേഹത്തിന് ക്യാച്ച് സിറാജ് വിടുന്നത്. പക്ഷെ അത്ര വലിയ ലൈഫൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ക്യാച്ച് വിട്ട് 2 ബോൾ കഴിയുമ്പോഴത്തേക്ക് സിറാജിന്റെ ഡുബെയുടെ കുറ്റി അർഷാദ് ഖാൻ എടുത്തു തീർക്കുന്നു. കാർത്തിക് ശർമ്മ 9 പന്തിൽ 5 റൺസ്. ഫോർവേഡിന് 6 പന്തിൽ 18. അഖിലേഷിന് 0 ബോളിൽ 0. ഗെയ്ക്വാദ് ആവട്ടെ 60 പന്തിൽ 74. അദ്ദേഹം ഒരു ഘട്ടത്തിൽ 25 പന്തിലൊക്കെ 35 പന്തിലൊക്കെ 20 ഒക്കെ ആയിട്ട് പിന്നെയാണ് അദ്ദേഹം അടിക്കാൻ തുടങ്ങിയത്. അദ്ദേഹം അവസാന ഘട്ടത്തിൽ അദ്ദേഹം കുറച്ച് അടിച്ചത് കൊണ്ട് മാത്രമാണ് സിഎസ്കെ 188 എന്ന ഭേദപ്പെട്ട സ്കോറിലേക്ക് എത്തിയത്. ഒരു ഘട്ടത്തിൽ 100 പോലും എത്തില്ല എന്ന് തോന്നിയിരുന്ന ടീമായിരുന്നു ചെന്നൈ. ഗെയ്ക്വാദ് ഇപ്പൊ ഫോമിലേക്ക് വന്നതെന്ന് ചോദിച്ചാൽ അദ്ദേഹം ഇന്ന് ടച്ചിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ആദ്യമൊക്കെ അദ്ദേഹത്തിന് വല്ലാണ്ട് സ്ട്രഗിൾ ചെയ്യുന്നു. പക്ഷെ അവസാനം അദ്ദേഹം അടിച്ചിട്ടുമുണ്ട്. ബൗളിങ്ങിന്റെ കാര്യത്തിലേക്ക് വന്നാൽ സിറാജ് 4 ഓവറിൽ 23 ഒരു വിക്കറ്റ്. റബാഡ 4 ഓവർ 25 3 വിക്കറ്റ്. സുത്തർ 3 ഓവർ 22 1. ഹോൾഡർ 4 ഓവർ 22 0. അർഷാദ് ഖാൻ 4 ഓവർ 43 2. റാഷിദ് ഖാൻ ഓവർ 21 റൺസാണ് റാഷിദ് ഖാൻ കൊടുത്തത്. T20 ഏറ്റവും മികച്ച സ്പിന്നറായ റഷീദ് ഖാൻ ഓവർ മാത്രമേ എറിയാൻ സാധിച്ചിട്ടുള്ളൂ. 1 ഓവർ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. മറുപടി ബാറ്റിംഗിൽ ഇറങ്ങിയിട്ട് ജിടി അനായാസം കളി കൊണ്ടുപോകുന്ന കാഴ്ച കണ്ടില്ലേ? അനായാസം എന്ന് പറയാൻ അനായാസം തന്നെ അദ്ദേഹം കളി അടിച്ചെടുത്തത്. കാരണം ഇപ്പോ ശുഭ്മൻ ഗില്ലിന്റെ വിക്കറ്റ്, ശുഭ്മൻ ഗില്ലാണ് ഔട്ട് ആവുന്നത്. അപ്പോഴേക്ക് തന്നെ ജിടി ഏകദേശം റൺസിലേക്ക് എത്തിയിരുന്നു. ശുഭ്മൻ ഗില്ല് 39 റൺസ് എടുത്ത് മടങ്ങുന്നത് ജിടി അപ്പോഴേക്ക് തന്നെ 58 റൺസിലേക്ക് 6 ഓവർ എത്തിക്കഴിഞ്ഞു. പവർ പ്ലേയിൽ 68 റൺസ് അടിച്ചു. പിന്നെ ബട്ട്ലറും സുദർശനും കൂടി ചേർന്നുകൊണ്ട് അനായാസം ടീമിനെ മുന്നോട്ട് കൊണ്ടുപോയി. 185 റൺസാണ് രണ്ടാമത്തെ വിക്കറ്റ് പോകുന്നത്. ഇത്തവണ പോകുന്ന സായി സുദർശനാണ്. സൂപ്പർ ക്യാച്ച് ആയിരുന്നു സംഭവിക്കണം. പക്ഷെ അപ്പോഴേക്കൊക്കെ സിഎസ്കെ കളിയൊക്കെ കൈവിട്ടിരുന്നു. 46 പന്തിൽ 87 റൺസാണ് സുദർശൻ എടുത്തത്. അദ്ദേഹം തമിഴ്നാട് ബോയിയാണ്. സ്വന്തം ഗ്രൗണ്ടിലാണ് അദ്ദേഹത്തിന്റെ ഇന്ന് വിളയാട്ടം കണ്ടത്. 46 പന്തിൽ 87 റൺസ് സായി സുദർശൻ. 4 ഫോറുകളും 7 പടുകൂറ്റൻ സിക്സറുകളും അദ്ദേഹത്തിന് വന്നു. ജോസ് ഏട്ടനാവട്ടെ 20 പന്തിൽ 39 ഫിനിഷിംഗ് അദ്ദേഹമാണ് ചെയ്തത്. സിക്സർ ഫിനിഷ് ചെയ്തില്ല കളി. 4 ഫോറുകളും 1 സിക്സറുകളാണ് ജോസ് ഏട്ടൻ അടിച്ചെടുത്തത്. ഏതായാലും ഈ മത്സരത്തിൽ ഇപ്പോൾ ജിടി അനായാസം തന്നെ തോൽപ്പിച്ചിട്ടുണ്ട് സിഎസ്കെനെ. അപ്പൊ ജിടി ഇപ്പോ സീസണിൽ ഇപ്പോ മികച്ച പ്രകടനമായി 5ാം സ്ഥാനത്തേക്ക് കയറിയിട്ടുണ്ട്. സിഎസ്കെ ആവട്ടെ 6ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടിട്ടുമുണ്ട്. ഇപ്പൊ ഇന്നത്തെ മത്സരത്തിൽ പ്ലെയർ ഓഫ് ദ മാച്ച് തിരഞ്ഞെടുക്കപ്പെട്ടത് കഗീസോ റബാഡയാണ്.
റബാഡ ആവട്ടെ മികച്ച രീതിയിലാണ് പന്തുവരുന്നത്, ഒരു സംശയങ്ങളും വേണ്ട. അദ്ദേഹം ഈ സീസണിലൊക്കെ മികച്ച രീതിയിൽ തന്നെ കളിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ. പിന്നെ ഗില്ല് പറയുന്നതോ, ഞാൻ വളരെ ഹാപ്പിയാണ് വിജയത്തോടു കൂടി. നമ്മുടെ ടീം മെമ്പേഴ്സ് ഒക്കെ ഗുഡ് എഫേർട്ട് ഇട്ട് തന്നെ കളിച്ചത്, പ്രത്യേകിച്ച് സായി സുരേഷിന്റെ ഒക്കെ കാര്യം അദ്ദേഹം മികച്ച രീതിയിൽ എത്തുന്നുണ്ട്. സുത്തറിന്റെ ബോൾ, മാനവ സുത്തർ അദ്ദേഹം മികച്ച രീതിയിൽ ബോൾ ചെയ്തിട്ടുണ്ട്. സുദർശൻ മികച്ച രീതിയിൽ ബാറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ബട്ട്ലറിന്റെ പ്രകടനവും, ബട്ട്ലർ മികച്ച രീതിയിൽ കളിച്ചു, എല്ലാവരും മികച്ച രീതിയിൽ കളിച്ചിട്ടുണ്ടെന്നും പറയുന്നുണ്ട്. ഇപ്പോ അൻഷുൽ കമ്പോജിന്റെ കാര്യം, കമ്പോജിന് വിക്കറ്റ് കിട്ടിയിട്ട് അത് ഫസ്റ്റ് ടൈം ഇൻ IPL 11 ഇന്നിംഗ്സ് ആണ് കമ്പോജിന് ഫെയിൽ ആയി പോകുന്നത്. വിക്കറ്റ് കിട്ടാൻ ആദ്യമായിട്ടാണ് അങ്ങനെ പറ്റുന്നത്. അത് മാത്രമല്ല, പിന്നെ ഒരു കാര്യം, GT 170 സബ് ടാർഗറ്റ് ഒക്കെ ചേസ് ചെയ്യുമ്പോൾ 16 കളി ചെയ്തിട്ട് 14 കളി വിജയിച്ച് 2 കളി മാത്രമേ പരാജയപ്പെട്ടിട്ടുള്ളൂ. സുദർശൻ ആവട്ടെ ഇപ്പോൾ CSK മികച്ച ഫോമിലാണ്. സുദർശൻ CSKക്കെതിരെ കളിച്ച 6 കളികളിൽ 3 കളിയും രണ്ട് കളി ഹാഫ് സെഞ്ചുറി, 1 കളി സെഞ്ചുറി ഒക്കെ അടിച്ചിട്ടുണ്ട്. അദ്ദേഹം ഇന്നൊരു 80 ഒക്കെ എടുക്കുന്ന കണ്ടില്ലേ. അപ്പൊ മികച്ച രീതിയിൽ ഇപ്പൊ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഗെയ്ക്വാദ് പറയുന്ന കാര്യം എന്താണെന്ന് അറിയോ? ഗെയ്ക്വാദ് പറയുന്നത്, സത്യസന്ധമായിട്ട് പറഞ്ഞാൽ നമുക്ക് കുറച്ച് ചലഞ്ചിങ് ഉണ്ടായിരുന്നു സ്റ്റാർട്ടിങ് തൊട്ടിട്ട്. നമ്മുടെ വിക്കറ്റ് ഒക്കെ തുടക്കത്തിലേ പോകുന്നുണ്ടായിരുന്നു. ലിറ്റിൽ ബിറ്റ് പേസ് വരുമ്പോൾ ബൗൺസ് നമുക്ക് കൃത്യമായി റീഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്ന് പോലും ചെന്നൈ നായകനായിട്ടുള്ള ഋതുരാജ് ഗെയ്ക്വാദ് പറയുന്നുണ്ട് ഇപ്പോൾ. പിന്നെ നമുക്ക് ക്വിക്ക് വിക്കറ്റ്സ് ഒക്കെ പോയി ബാറ്റ് ചെയ്യുമ്പോൾ അതിൽ നമുക്കൊരു മൊമെന്റം നഷ്ടപ്പെട്ടു പോയെന്നാണ് CSK നായകനായിട്ടുള്ള ഗെയ്ക്വാദ് പറയുന്നത്. ഏതായാലും ഇതിനൊക്കെ സമഗ്രമായ വിലയിരുത്തുന്ന വിഷയങ്ങൾ നമ്മൾ നാളെ രാവിലെ എത്തുന്നതായിരിക്കും. അപ്പോൾ ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വീഡിയോസുമായി നമ്മൾ വീണ്ടും എത്താം.